കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2015 LSGD PWD എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തത്. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്നും ഫ്ലൂയിഡ് മെക്കാനിക്സിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയമെൻഷൻലെസ് നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് മീൻ ബൈ ഫ്രൂട്ട്സ് നമ്പർ? നമ്മുടെ കയ്യിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രൂട്ട്സ് നമ്പർ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ്. റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് ഈസ് കോൾഡ് ആസ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇനർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. അപ്പോ ആ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് പ്രഷർ ഫോഴ്സ്. റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് യൂളേഴ്സ് നമ്പർ. യൂളേഴ്സ് നമ്പറിനെയാണ് നമ്മൾ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ്. റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രൂട്ട്സ് നമ്പർ. ഓക്കെ, അപ്പൊ ഫ്രൂട്ട്സ് നമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ് ഇസ് കോൾഡ് ആസ് ഫ്രൂട്ട്സ് നമ്പർ. അപ്പൊ ഈ ഒരു പോർഷൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? യൂളേഴ്സ് നമ്പർ എന്ന് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ആവശ്യമുള്ളതല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്രൂട്ട്സ് നമ്പർ ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ ഡയമെൻഷൻസ് നമ്പേഴ്സിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നത് ഫ്രൂട്ട്സ് നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ചോദിക്കാം, യൂളേഴ്സ് നമ്പർ ചോദിക്കാം, അതേപോലെ തന്നെ വെബേഴ്സ് നമ്പർ ചോദിക്കാം, മാക്സ് നമ്പർ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത് ചിലപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇൻ ഡീറ്റെയിൽ എന്താണ് ഈ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് എന്നും ഓരോ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് എന്താണെന്നും അതിന്റെ എക്സ്പ്രഷൻസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇനി ഈ പറയുന്ന ഓരോ ഡയമെൻഷൻലെസ് നമ്പേഴ്സും അതിന്റെ എക്സ്പ്രഷൻസും എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ പറയുന്നത് ഫ്രൂട്ട്സ് നമ്പർ എന്നാണ്. ഫ്രൂട്ട്സ് നമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ് ഇസ് കോൾഡ് ആസ് ഫ്രൂട്ട്സ് നമ്പർ. ഫ്രൂട്ട്സ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഫ്രൂട്ട്സ് നമ്പർ. അതിന്റെ എക്സ്പ്രഷൻ ഓർമ്മിച്ചു കൊടുക്കുക. FE is equal to V divided by root of L into G ആണ്, where V is the velocity, L length and G is acceleration due to gravity. Second one is Reynolds number. Reynolds number is defined as the ratio of inertia force to that of the viscous force. It is the ratio of inertia force to viscous force നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? Reynolds number എന്ന് പറയുക. അതിന്റെ എക്സ്പ്രഷൻ നോക്കിക്കൊള്ളുക. Reynolds number RE is equal to VL divided by nu, where nu is the kinematic viscosity. Nu എന്ന് പറയുന്നത് kinematic viscosity ആണ്, V velocity, L length ആണ്. അതുപോലെ ഓർമ്മിക്കുക യൂളേഴ്സ് നമ്പർ എന്താണെന്നുള്ള കാര്യം. യൂളേഴ്സ് നമ്പർ is the ratio of the square root of ratio of inertia force to that of pressure force എന്ന് പറയുന്നതാണ് എന്ത്? യൂളേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ യൂളേഴ്സ് നമ്പർ ഈസ് ഈക്വൽ ടു V divided by root of rho by P ആണ്. V divided by root of rho by P, where V is the velocity, rho is the density and P is the intensity of pressure. P is the intensity of pressure. Next one is Weber's number. Weber's number is the ratio of square root of inertia force and surface tension force is called as Weber's number. Weber's number is the ratio of inertia force, square root of inertia force to that of the surface tension force. And expression for Weber's number is V divided by root of sigma by rho into L, where sigma is the surface tension per unit length is called as sigma. Next one and the last one is Mach number. Mach number is the ratio of square root of inertia force to that of elastic force, where M is equal to V divided by root of K by rho, or root of K by rho. Root of K by rho is equal to C, where C is the velocity of sound in fluid. അപ്പൊ ഇത്രയും ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഓർമ്മിച്ചുകൊള്ളുക. അതിന്റെ എക്സ്പ്രഷൻസ് എന്താണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊള്ളുക. നമ്മളിന്റെ തിയറി പോർഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് റെയ്നോൾഡ്സ് മോഡൽ ലോയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മോഡൽ ലോസ് ഒക്കെ നമുക്ക് പഠിക്കാം. അതിന്റെ അസംഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് നോക്കാം. സോ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും അടുത്തൊരു പോർഷൻസും അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.